കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. കൗൺസിലിൽ പുളിയൻമലയിൽ സംഭരിച്ചിരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ നഗരസഭ സമയബന്ധിതമായി നീക്കം ചെയ്യുന്നതിനായി ടെൻഡർ ക്ഷണിച്ചതിൽ എക്കോബീൻ എൻവിറോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം സമർപ്പിച്ച ടെൻഡർ അംഗീകരിക്കുന്നതിന് തീരുമാനിച്ചു. 16 അജണ്ടകളാണ് കൗൺസിലിൽ ചർച്ച ചെയ്തത്. കട്ടപ്പന നഗരസഭയ്ക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി സഹായത്തോടുകൂടി കല്ലുകുന്നിൽ 12.5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നതിന് പ്രൊജക്ട് സർക്കാരിന് സമർപ്പിക്കുവാനും കട്ടപ്പനയിലെ ഇറച്ചിക്കടയുമായി ബന്ധപ്പെട്ട പരാതിക്കാരന് നഗരസഭ അയച്ച കത്ത് ലഭിച്ചത് ഹാജരാകേണ്ട തീയതിക്ക് ശേഷമാണെന്നുള്ള പരാതിക്കാരന്റെ വാക്കുകൾ പരിഗണിച്ച അദ്ദേഹത്തെ വിശദമായി കേൾക്കാനും തീരുമാനിച്ചതായി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി പറഞ്ഞു. കണ്ടന്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഫേസ്ബുക്ക് പേജ് നിങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് പ്രതികരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോട് പ്രതികരിക്കുന്ന ആളല്ല ഞാൻ പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവം കേട്ടില്ല എന്ന് അദ്ദേഹം അറിയിച്ചാൽ അദ്ദേഹത്തെ കേൾക്കുന്നതിന് ഈ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു വൈമനസ്യവും ഇല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കൗൺസിലിൽ വീണ്ടും അജണ്ട വെച്ചു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അജണ്ട വെച്ചു. കണ്ടന്റ് ഓഫ് കോർട്ടുമായി അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അജണ്ട വയ്ക്കുകയും ആ അജണ്ടയിൽ അദ്ദേഹത്തെ കേൾക്കുന്നതിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് തന്നെ ചേർന്ന് അക്കാര്യത്തിൽ അദ്ദേഹത്തെ കേൾക്കുന്നതിനുള്ള ഡേറ്റ് നിയമാനുസൃത സമയം നൽകി തന്നെ ആ ഡേറ്റ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ താല്പര്യം മാത്രം. നഗരസഭയ്ക്ക് വ്യക്തി താൽപര്യങ്ങളില്ലെന്നും ഇറച്ചിക്കട നവീകരിക്കാൻ മുൻപേ തീരുമാനിച്ചതാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. എന്നാൽ കുടിവെള്ള പദ്ധതിക്കായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങുമെന്ന അജണ്ടയിൽ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അജണ്ടയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പച്ചക്കള്ളങ്ങളും വാസ്തവവിരുദ്ധവും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പന നഗരസഭ കൗൺസിൽ കൂടി തീരുമാനമെടുത്തത് കട്ടപ്പന നഗരസഭയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വിട്ട് നഗരസഭയ്ക്കാവില്ല, നഗരസഭയ്ക്ക് സ്ഥലമില്ലെന്ന് മാത്രമാണ്. അന്ന് തന്നെ ആ നഗരസഭാ കൗൺസിൽ ആ തീരുമാനമെടുത്ത അന്ന് തന്നെ കട്ടപ്പനയിലെ പൊതുപ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, കട്ടപ്പനയിലെ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, HMDA, കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ, മുഴുവൻ സ്ഥാപനങ്ങൾ, എല്ലാ സംഘടനകളെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മുടെ കട്ടപ്പന TV മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയും അതിൻ്റെ ഭാരവാഹികളായ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹ്യ സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ജനകീയ സമിതി കൂടി. ജനകീയ സമിതിയാണ് കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കിഫ്ബി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാം, വാല്യുവേഷൻ്റെ പൈസ മാത്രമേ കിട്ടുള്ളൂ. അവിടെ 1.25 ലക്ഷം രൂപ അടുത്താണ് ആ ഭൂമിയുടെ വില. അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 47,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം എന്നിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റി പറയുകയാണ് സ്ഥലം കട്ടപ്പന നഗരസഭ കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ അങ്ങനെ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തത്, ബില്ല് മാറാത്തത് തുടങ്ങിയവ റീടെൻഡർ നടപടികൾക്ക് വിടുന്നതിനും കൗൺസിൽ അംഗീകാരം നൽകി.